വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസിലും മുന്നണിയിലും ഒറ്റപ്പെടുന്നു. മുൻ സർക്കാരിന്റെ നയം തുടരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പരിഷ്കാരത്തിലും കരിമണൽ വിഷയത്തിലും സർക്കാർ നിലപാടുകളോടുള്ള വിയോജിപ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ ആവർത്തിച്ചു. ഇങ്ങനൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഇങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങളാണ്. പക്ഷേ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കത്തിൻ്റെ രൂപത്തിലും കൊടുത്തു. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൻ്റെ സർവ്വതലത്തിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ജനവികാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണക്കിലെടുക്കും. ഏതായാലും ജനവികാരം തീർച്ചയായും ഉൾക്കൊള്ളും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. നികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, മുസ്ലിം ലീഗും അങ്ങനെ പരസ്യമായി തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ? ദിലീപ് കുമാർ, ഏറ്റവും പ്രധാനമായി വി.എം. സുധീരൻ കോൺഗ്രസിൽ നിന്ന് പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുന്നു. അത് പതുക്കെയുള്ളൊരു വിമർശനം, അല്ലെങ്കിൽ ഒരു വീര്യം കുറഞ്ഞ വിമർശനമാണ് എന്ന് ഒരുപക്ഷെ വിലയിരുത്തപ്പെടും. പക്ഷേ പറയാനുള്ളതൊക്കെ ഇന്ന് തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്, മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത് അത് മദ്യവർജനം തന്നെയാണ്, മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുമെന്ന് തന്നെയായിരുന്നു UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മദ്യവർജന നയത്തിന് അനുകൂലമായി അല്ലെങ്കിൽ അതിനടിസ്ഥാനമാക്കിയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായത് എന്നത് അറിയില്ല. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്കൊപ്പമാണ് താനെന്നാണ് വി.എം. സുധീരൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും വി.ഡി. സർക്കാരിനെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല. പുതിയൊരു സർക്കാരാണ്, വലിയ പ്രതീക്ഷകളോടുകൂടി ജനങ്ങൾ നെഞ്ചേറ്റിയ, അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. സ്വാഭാവികമായി ആദ്യഘട്ടത്തിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായി വി.എം. സുധീരൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പരസ്യമായ അതൃപ്തിയുമായി രംഗത്തെത്തിയിരിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ഈ ലേഖനത്തിൽ മദ്യക്കമ്പനികൾക്ക് ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്ക, അതായത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് ദൂരീകരിക്കണം. വി.എം. സുധീരൻ പറഞ്ഞതിൻ്റെ ഒന്നുകൂടി കടന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് ദൂരീകരിക്കണം. ലീഗ് മുഖപത്രമായ സമസ്തയിലാണ് ഈ ഒരു വിമർശനം വന്നിരിക്കുന്നത്. മന്ത്രി എം ലിജു അടക്കം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സമയത്താണ് ലീഗിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരന്റെയും വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.